ട്രംപിൻ്റെ ഒരു പുതിയ അവകാശവാദമാണ്. അതും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട്. ഇത്തവണ ട്രംപ് പറയുന്നത് 11 ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തി എന്നാണ്. പക്ഷേ ആരുടെയാണ് ജെറ്റുകൾ നഷ്ടപ്പെട്ടത് എന്ന കാര്യത്തിൽ ട്രംപ് ഒരു ഉറപ്പും നൽകുന്നില്ല. വിമാനങ്ങൾ വീണിട്ടുണ്ട് എന്ന് നേരത്തെയും വിവരങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ പോലും കൃത്യമായ കണക്കുമായി ട്രംപ് വരുന്നത് ഒരു പക്ഷേ ആദ്യമായാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചു എന്ന് ട്രംപ് പറയുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ US ഇടപെടലിനെ കുറിച്ച് വീണ്ടും അവകാശവാദം ഉന്നയിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. മെയ് മാസത്തിൽ ഇരു രാജ്യങ്ങൾക്ക് മേൽ കനത്ത തീരുവ, അതായത് 200% തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തതിനെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത് എന്ന് ട്രംപ് പറയുന്നു. താൻ ഒഴിവാക്കിയതാണ് എന്നും വീണ്ടും അവകാശപ്പെടുന്നു. ഇവിടെയും നേരത്തെ പറഞ്ഞ സമാധാന ബോർഡിൻ്റെ ആദ്യ യോഗത്തിലാണ് ട്രംപിൻ്റെ ഈ പ്രസ്താവന എന്ന് ഓർക്കണം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും തുടർന്ന് നടത്തിയ വെടിനിർത്തലിനെ കുറിച്ചുമൊക്കെ വിശദമായി ട്രംപ് സംസാരിക്കുന്ന പശ്ചാത്തലമാണ്. ഈ തീരുവ ചുമത്തലാണ് ഇരു രാജ്യങ്ങളെയും പിന്നോട്ടടിച്ചത് എന്ന് ട്രംപ് പറയുന്ന പശ്ചാത്തലമുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയ പശ്ചാത്തലം ട്രംപിന് നന്ദിയൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യ ഇതിൽ നേരത്തെ പറഞ്ഞ പ്രതികരണത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ ട്രംപ് ഇടപെട്ടില്ല, മൂന്നാം കക്ഷിയുടെ യാതൊരു ഇടപെടലും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ് സുധാ ബിജു, ട്രംപിൻ്റെ വീരവാദങ്ങൾ പുത്തരിയല്ല, പക്ഷേ എപ്പോഴും ഏത് യോഗത്തിൽ പ്രസംഗിച്ചാലും ഇന്ത്യ പാക് യുദ്ധം തന്നെയാണ് ട്രംപിന് മുഖ്യം. ഇത്തവണയും കണക്കടക്കം 11 ജെറ്റുകൾ വീണു എന്ന കണക്കടക്കം ട്രംപ് കാര്യങ്ങൾ പറയുകയാണ്. ഇന്ത്യ ഇതിനു മുൻപ് തന്നെ പല ആവർത്തി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ അമേരിക്ക എന്നല്ല മറ്റൊരു മൂന്നാമതൊരു രാഷ്ട്രവും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെട്ടിരുന്നില്ല എന്നാണ് ഇന്ത്യ പലകുറി വിശദീകരണം നൽകിയിരുന്നത്. എന്നാൽ ട്രംപ് തൻ്റെ വാദങ്ങൾ അത് ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കൂട്ടിന് പാകിസ്ഥാനുമുണ്ട്. പാകിസ്ഥാൻ ട്രംപിൻ്റെ ഈ വാദങ്ങളെ എല്ലാ കാലത്തും പിന്തുണച്ചിട്ടാണുള്ളത്. പ്രത്യേകിച്ച് ഇതിനു മുൻപേ ഗാസ സമാധാന യോഗത്തിൽ വെച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ പ്രസിഡന്റ് ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗിച്ചതാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ ട്രംപിൻ്റെ ഇടപെടൽ കാരണമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ സംഘർഷം അവസാനിച്ചത്, ഇത് കാരണം 25 കോടി ജനങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നെല്ലാം ഷഹബാസ് ഷെരീഫ് അന്ന് ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞതാണ്. ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ബോർഡ് ഓഫ് പീസിൻ്റെ ആദ്യ യോഗം നടന്നത്. ഈ യോഗത്തിൽ പാകിസ്ഥാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫും പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യമന്ത്രിയും ഡെപ്യൂട്ടി PM-ഉമായിട്ടുള്ള ഇഷാഖ് ദറും പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു ട്രംപിൻ്റെ പുതിയ ഈ ഒരു അവകാശവാദം എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാൻ നേരത്തെ തന്നെ പുകഴ്ത്തി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പാകിസ്ഥാനെ വേദിയിലിരുത്തിക്കൊണ്ട് ട്രംപ് പൊങ്ങച്ചം പറയുകയായിരുന്നു ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. അതായത് അദ്ദേഹം ഇതിലൂടെ പറയുന്ന പുതിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും പാകിസ്ഥാനുമെതിരെ 200% തീരുവ ചുമത്തുമെന്ന് താൻ ഭീഷണി മുഴക്കിയിരുന്നു. ഇത് ആദ്യം ചെവിക്കൊള്ളാൻ ഇന്ത്യയും പാകിസ്ഥാനും തയ്യാറായിരുന്നില്ല. എന്നാൽ പിന്നീട് എല്ലാത്തിനേക്കാൾ ഉപരി പ്രധാനം പണമാണല്ലോ. അപ്പോൾ ഈ പണം ഉദ്ദേശിച്ച് രണ്ട് രാജ്യങ്ങളും അവർക്കിടയിലുള്ള സംഘർഷം അവസാനിപ്പിച്ചു. ഈ സംഘർഷം അതിരുവിട്ട് പോയിരുന്നെങ്കിൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് കലാശിച്ചേനെ എന്നും ട്രംപ് തന്നെ സ്വയം പുകഴ്ത്തിക്കൊണ്ട് പറയുകയുണ്ടായി. ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ നിർത്തി അങ്ങ് അപമാനിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ അപമാനിക്കുന്ന രീതിയിൽ രണ്ട് രാജ്യങ്ങളും പറഞ്ഞിട്ട് കേട്ടില്ല, താൻ 200% തീരുവ ചുമത്തുമെന്ന് പറഞ്ഞു. ഉടനെ താൻ പറഞ്ഞതനുസരിച്ച് രണ്ടുപേരും വെറുതെ ഇരുന്നു എന്ന് പാകിസ്ഥാനെ വേദിയിലിരുത്തിക്കൊണ്ട് അവർക്ക് നേരെ കൂടി വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ട്രംപ് പറഞ്ഞത്. അതിന് പാകിസ്ഥാന് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഇന്ത്യ ഇതിനു മുൻപേ പല ആവർത്തി ഇക്കാര്യം നിഷേധിച്ചിട്ടുള്ളതാണ്. പുതിയ ട്രംപിന്റെ ഈ അവകാശവാദത്തോട് ഇന്ത്യ നിലവിൽ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും പ്രതികരണം വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.